അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സ്നേഹക്കൂടിൻ്റെ പ്രേക്ഷകരെ, നിങ്ങളെല്ലാവരെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. സ്നേഹക്കൂടിൻ്റെ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നമ്മളോടൊപ്പം പങ്കുചേർന്ന് നമുക്ക് വേണ്ട ഒരുപാട് മാർഗ്ഗനിർദ്ദേശം നൽകിയ ബഹുമാനനായ പ്രൊഫസർ കെ പി സാറിനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. സാർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്ത് വെച്ചത് വിവാഹ ജീവിതം തകർന്ന നിലയിലാണ് അധികം ആൾക്കാർ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ അവർക്ക് വേണ്ട കൗൺസിലിംഗ് കൊടുത്ത് ഒരു നല്ല ഹാപ്പി ലൈഫിലേക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുന്ന നിങ്ങളുടെ അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ പങ്കുവെക്കുകയാണ്. അവിടെ കുടുംബ തകർച്ചകളില്ലാതെ ഏറ്റവും നന്നായി വൈവാഹിക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട മാർഗ്ഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്യണത്. അപ്പോൾ അവിടെ ഒരു 4 ഇൻറ്റിമസിയെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന്, ഇമോഷണൽ ഇൻറ്റിമസിയെക്കുറിച്ച് നമ്മളന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പിരിച്വൽ ഇൻറ്റിമസിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ആ കാര്യങ്ങൾ പിന്നെ ഫിസിക്കൽ ഇൻറ്റിമസിയെക്കുറിച്ചായിരുന്നു നമ്മൾ ചർച്ച ചെയ്ത് അവസാനം നിർത്തിയത്. അപ്പോൾ അവിടെ ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസിക്ക് വേണ്ട കുറച്ച് ഘടകങ്ങൾ, കാരണം പൊതുവെ വിവാഹ ജീവിതത്തിനെ കുറിച്ച് ആളുകൾ കണക്കാക്കുന്നത് ഒരു ശാരീരികമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്ന ഒരു കാര്യം മാത്രമാണ്. ശരിക്കും അതല്ലല്ലോ വേണ്ടത്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായ കാര്യങ്ങൾ ഈ ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ശാരീരികമായ ഒരു ഇൻറ്റിമസി കീപ്പ് ചെയ്യാൻ വേണ്ട ഘടകങ്ങളെക്കുറിച്ച് ഒന്ന് വിശദമാക്കിയാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അത് ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കണം, നമുക്കൊക്കെ നമ്മുടെ ലൈഫിൽ ഇൻഷാ അല്ലാഹ്. അതായത് ഒരു യാന്ത്രികമായി നിർവഹിക്കേണ്ട കർമ്മമല്ല സെക്സ് എന്നുള്ളത്, ലൈംഗികത എന്ന് പറയുന്നത്. സത്യത്തിൽ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ അതൊരു തീർത്ഥാടനമാണ്. അത് ഞാനത് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് ചിരി വന്നേക്കും. അപ്പോൾ നമ്മൾ വിശുദ്ധ കഅബ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്? അങ്ങേയറ്റം റെസ്പെക്റ്റുള്ള, അങ്ങേയറ്റം പവിത്രമായ ഒരുപാട് പുണ്യങ്ങൾ അല്ലേ വാരിക്കൂട്ടുന്ന 1,00,000 റക്അത്ത് നമസ്കരിച്ച ആ പ്രതിഫലം കിട്ടുന്ന ഒരു ഭൂമിയാണത്. അപ്പോൾ അവിടേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്ര സന്നദ്ധത, തയ്യാറെടുപ്പ്, അറിവ് അല്ലേ, അതുമായിട്ട് കമ്പയർ ചെയ്യല്ലേ ഞാൻ. അതൊരു തീർത്ഥാടനമാണ്, അതൊരു പിലിഗ്രിമേജാണ്. അതുപോലെ ഒരു പവിത്രമായ കർമ്മമാണ് ഒരു നല്ല സന്താനം ഉണ്ടാവുക എന്നുള്ളത് അല്ലേ, നല്ല ജീവിതം ഉണ്ടാവുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് വുളു എടുത്തുകൊണ്ടാണ് ആ കർമ്മത്തിലേക്ക് പ്രവേശിക്കേണ്ടത് അല്ലേ. ബിസ്മില്ലാ അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബു ശൈത്വാൻ മാ റസഖ്തന, ഈ പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഫസ്റ്റ് നൈറ്റിൽ ഭാര്യയുടെ തലയിൽ കൈവച്ചുകൊണ്ട് അള്ളാഹുവെ, ഈ പെണ്ണിൽ നീ നിക്ഷേപിച്ച എല്ലാ നന്മയും ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഇവളിൽ നീ നിക്ഷേപിച്ചിട്ടുള്ള എല്ലാ തിന്മയിൽ നിന്നും അള്ളാഹുവെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. പ്രാർത്ഥനയാണ്. വുളു എടുക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? വുളു ഏറ്റവും പവിത്രമായ കർമ്മമാണ്. അപ്പോൾ ഒരുപാട് ഖൈറുകൾ ജീവിതത്തിൽ സമ്മാനിക്കാൻ പോകുന്ന, നേടാൻ പോകുന്ന, ഏറ്റവും നല്ല സന്താനങ്ങൾ ഉണ്ടാവേണ്ട ഒരു വിശുദ്ധമായ കർമ്മം തന്നെയാണ് സെക്സ്. അപ്പോൾ അത് ആ ഒരു ആംഗിളിൽ കൂടി, ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ കൂടി നമ്മൾ കാണുമ്പോൾ ആ ഫിസിക്കൽ റിലേഷൻഷിപ്പ് എന്നുള്ളത്, ശാരീരിക ബന്ധം എന്നുള്ളത് ഒരു കാട്ടിക്കൂട്ടലാവാൻ പാടില്ല. അത് പെണ്ണിനെ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ആണ് പെരുമാറേണ്ടത്. പെണ്ണിൻ്റെ മനഃശാസ്ത്രം ആണ് അറിഞ്ഞിരിക്കണം. ആണും പെണ്ണും ഒരിക്കലും ഒരുപോലെയല്ല. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികത നമുക്കൊക്കെ അറിയാം അല്ലേ. 5-10 മിനിറ്റ് കൊണ്ട് അയാളുടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കപ്പെടും. എന്നാൽ 10 മിനിറ്റ് ആകുമ്പോഴേക്ക് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം പോലും ആയിട്ടുണ്ടാവില്ല. ഇവിടെ പ്രാഥമികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു പെണ്ണിൻ്റെ മനഃശാസ്ത്രത്തെ സംബന്ധിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ മാത്രമേ അത് പൂർത്തിയാവുള്ളൂ. അതുകൊണ്ട് ശാരീരിക ബന്ധത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരുക്കം അല്ലേ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു യാത്ര കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുകയാണെങ്കിൽ മുൻകൂട്ടി അറിയിക്കണം. ഹദീസിൽ നമുക്ക് കാണാം. എന്തിനാ അറിയിക്കുന്നത്? ഭാര്യ ഭർത്താവിന് വേണ്ടി ഒരുങ്ങാനാണത്. മെൻ്റലി ആൻഡ് ഫിസിക്കലി ഫിറ്റാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഭർത്താവ് ഒരുങ്ങേണ്ടതുണ്ട് അല്ലേ. വീട്ടിലേക്ക് പെട്ടെന്ന് ചെന്ന് വാതിൽ മുട്ടി അങ്ങോട്ട് കയറാൻ പാടില്ല. സലാം പറയാൻ പറഞ്ഞു, മുൻകൂട്ടി അറിയിക്കാൻ പറഞ്ഞു. ഇന്ന് മൊബൈൽ ഫോൺ സംവിധാനമൊക്കെ നമുക്കുണ്ട്. ഒരു സർപ്രൈസ് ഇതായിട്ടല്ല പോകേണ്ടത്, അത് നേരത്തെ അറിയിക്കണം അവർക്ക്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടച്ച് എന്നുള്ളത്, സ്നേഹസ്പർശനം അല്ലേ. എൻ്റെ ഭാര്യയെ ഞാൻ സ്നേഹത്തോടു കൂടി സ്പർശിക്കുന്നത് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ
പാരൻസിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യമാണ് സ്നേഹത്തോടു കൂടിയുള്ള സ്പർശനം. ആ ടച്ച് ഹങ്ങർ എന്നുള്ളത് ഒരു വലിയ വിശപ്പാണ് അല്ലേ? നമ്മുടെ ഭാര്യയെ നമ്മൾ ആലിംഗനം ചെയ്യുമ്പോൾ, ഹഗ് ചെയ്യുമ്പോൾ, എംബ്രേസ് ചെയ്യുമ്പോൾ അത് അവർക്ക് ഉണ്ടാക്കുന്ന ഒരു സുരക്ഷിതത്വ ബോധം വളരെ വലുതാണ്. എത്ര ഭർത്താക്കന്മാർ സ്നേഹത്തോടു കൂടി ഭാര്യയെ ആലിംഗനം ചെയ്യാറുണ്ട്, എംബ്രേസ് ചെയ്യാറുണ്ട്. അത് കിസ് ചെയ്യാന്നുള്ളത് സ്നേഹത്തിൻ്റെ പ്രകടനമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ ചുംബിച്ചു. അപ്പോൾ ഒരു ആൾ പറഞ്ഞു, അറാബിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് 10 കുട്ടികളുണ്ട്, ഞാൻ ഒന്നിനും ചുംബിക്കാറില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? നിൻ്റെ ഹൃദയത്തിൽ നിന്ന് കരുണ എടുത്തു പോയെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് അല്ലേ? ഒരാൾ ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു എനിക്ക് അയാളെ ഇഷ്ടമാണെന്ന്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഡിഡ് യു സേ ടു ഹിം ദാറ്റ്? നിങ്ങൾ അദ്ദേഹത്തോട് അത് പറഞ്ഞിട്ടുണ്ടോ, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? അതന്നെയാണ് ഇന്ന് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഉള്ളിൽ വെച്ചാൽ പോരാ, ഇറ്റ് മസ്റ്റ് എക്സ്പ്രസ്, അത് പ്രകടിപ്പിക്കണം. അപ്പോൾ ആ പ്രകടിപ്പിക്കുക എന്നുള്ളത് ഭാര്യയോട് നമ്മൾ പ്രകടിപ്പിക്കേണ്ടതാണ്, ഭാര്യ തിരിച്ചും പ്രകടിപ്പിക്കണം. അപ്പം അതിൽ ഏറ്റവും പ്രധാനമാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വ ബോധം അവൾക്ക് ഫീൽ ചെയ്യുമ്പോഴേ സെക്സിലേക്ക് അവൾ എത്തുള്ളൂ. അത് പല പുരുഷന്മാർക്കും അറിയില്ല. അവർ യാന്ത്രികമായിട്ട് അവർക്ക് ഇറക്ഷൻ ഉണ്ടാകുമ്പോൾ, ഉദാഹരണം ഉണ്ടാകുമ്പോൾ നിർവഹിക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് അവർ സെക്സിനെ കാണുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. അവരെ മാനസികമായി ഉദ്ദീപിപ്പിച്ച് ആ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം പുരുഷൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പലപ്പോഴും പല കൗൺസിലിംഗ് കേസിലും കാണുന്നത്, മൂപ്പര് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു, രാവിലെ ജോലിക്ക് പോവുകയാണ്, ജോലിക്ക് പോയി എല്ലാം കഴിഞ്ഞ് വന്ന് അവിടെ എത്തി ഭക്ഷണം കഴിക്കുമ്പോൾ മൂപ്പര് മലച്ചടിച്ച് കിടക്കും. ഇതാണ് പല കുടുംബങ്ങളിലും നടക്കുന്നത്. അപ്പോൾ ഈ പെണ്ണിൻ്റെ വൈകാരികമായിട്ടുള്ള ആവശ്യം പൂർത്തീകരിക്കേണ്ട ഭർത്താവ് അത് പൂർത്തീകരിക്കാതിരിക്കുമ്പോൾ ആ പെണ്ണ് ഈ സങ്കടം ആരോടാ പറയുക? അപ്പോൾ ഇത് വിദ്യ അഭ്യസിക്കേണ്ട ആവശ്യമല്ലേ, പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? പല കുടുംബങ്ങളും ഡിവേഴ്സിലേക്ക് നീങ്ങുമ്പോൾ, ഉമ്മയും ഉപ്പയും തമ്മിൽ കലഹിക്കുമ്പോൾ ഈ കലഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ കാണുന്നത്. അതുകൊണ്ട് ആ കുട്ടി പറയാണ് എനിക്ക് കല്യാണം വേണ്ട. നമ്മൾ ഓയിൻമെൻറ്റാണ് തേച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മൾ ടോണിക് ഉള്ളിലേക്ക് കൊടുക്കുന്നതിന് ബദൽ ഓയിൻമെൻറ്റ് തേച്ചിട്ട് കാര്യമല്ല. അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ ചർച്ചയ്ക്ക് എടുക്കണം എന്ന് നിങ്ങളോട് പറഞ്ഞത്. തീർച്ചയായും വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയണത്. അവിടെ കുടുംബത്തിൽ ഉണ്ടാവേണ്ട കാര്യമാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, മക്കൾക്കിടയിൽ ഉണ്ടെങ്കിൽ സ്നേഹം മാത്രം പോരാ എന്നുള്ളതാണ്, അത് പ്രകടിപ്പിക്കണം എന്നുള്ള നിങ്ങളുടെ ആ ഒരു വാക്ക് ഒന്ന് അടിവരയിടുകയാണ്. സാധാരണ പറയാറുള്ളത് ഉള്ളിലുള്ള സ്നേഹം ഉള്ളി പോലെ എന്നാണ് പറയാറുള്ളത്. അത് പുറത്തേക്ക് വരുന്നതോറും ഓരോ ലെയർ ഒന്ന് ഉള്ളിലെത്തുമ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, അരിയുന്ന സമയത്ത് എല്ലാവരെയും കരയിച്ച് കളയുന്നുള്ളതാണ്. അപ്പോൾ എക്സ്പ്രസ് ചെയ്യണം. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. റസൂൽ പഠിപ്പിച്ചെന്ന കാര്യമാണ്. ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് പറയണമെന്നുള്ളതാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാം വളരെ പ്രാധാന്യത്തോടു കൂടി ഇന്ന് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ ഭാര്യ ഭർത്താക്കന്മാർ മാതൃകകളാവണം സ്നേഹത്തിൻ്റെ കാര്യത്തിൽ. ആ സ്നേഹബന്ധം കണ്ടുകൊണ്ടാണ് തീർച്ചയായും നമ്മുടെ മക്കളൊക്കെ വളർന്നു വരുന്നത്. വിവാഹത്തിനോട് നോ പറയുന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ അതിന് പ്രധാനപ്പെട്ടൊരു കാരണം നിങ്ങൾ പറഞ്ഞ ആ വിഷയം തന്നെയാണ്. അഥവാ ഇവിടെ ഉപ്പയും ഉമ്മയും കലഹിക്കുന്നതാണ് അവർ കാണുന്നത്. അവിടെ സ്നേഹബന്ധം ഫിസിക്കൽ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞ പോലെ ആലിംഗനം ചെയ്യാനും. അത് മാത്രമല്ല സർ, നിങ്ങൾ നോക്കൂ, പ്രായമായി കഴിഞ്ഞാൽ നമ്മളെ കുടുംബങ്ങളിലൊക്കെ എന്താ കളിയാക്കുക അല്ലേ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൻ്റെ നേരെ എതിരാണ് നമ്മൾ ജീവിക്കുന്നത് പല വിഷയത്തിലും. മവദ്ദത്തും റഹ്മത്തും ആണല്ലോ കല്യാണം. ബെഡ്റൂമിൽ ഒന്നിച്ചല്ലേ കിടക്കേണ്ടത്? സെക്സിന് മാത്രമല്ലല്ലോ ഒന്നിച്ച് കിടക്കുന്നത്. സെക്സ് എന്നുള്ള വികാരം കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ അത് കൂടുതൽ പ്രണയം ഉണ്ടാവും, ഒരു സംശയമില്ല. രണ്ടാമത്തെ തലം പറയുന്നത് മവദ്ദത്താണ്, റഹ്മത്ത്. മവദ്ദത്തു റഹ്മത്ത്. ആ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യാണ്. വാർദ്ധക്യത്തിലെത്തിയ വല്യുപ്പയും വല്യമ്മയും തമ്മിലുണ്ടാവുന്നത് റഹ്മത്താണ്. ഒരാൾ പോയിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾക്കത് സഹിക്കൂല. കാരണം അവർ പരസ്പരം കാരുണ്യത്തിലാണ് വർത്തിക്കുന്നത്. ഇത് വലിയൊരു വിഷയമാണ്. അപ്പോൾ ഒന്നിച്ച് കിടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 1, 2, 3 കുട്ടികളൊക്കെ ആയാൽ പിന്നെ ഇനിയിപ്പോൾ ഞാൻ അവിടെ കിടക്കില്ല. എന്ത് മെസ്സേജാണ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്? യഥാർത്ഥത്തിൽ വർഷങ്ങൾ കൂടുന്നതിനനുസരിച്ച് അവർ തമ്മിലുള്ള പ്രണയവും സ്നേഹവും കാരുണ്യവും വർദ്ധിക്കല്ലേ കാണേണ്ടത്? ആ മെസ്സേജല്ല അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. ഇസ്ലാം ഇതിനൊക്കെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊരു ദൂതനെ അയക്കുക, ഒരിക്കലും പെണ്ണിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെല്ലരുതെന്നാണ് പറഞ്ഞത്. ആ ദൂതൻ മെസ്സഞ്ചർ എന്താണ്? ചുംബനമാണ് അല്ലേ? ഇപ്പോൾ അടുക്കളയിലൊക്കെ പെണ്ണ് ജോലി ചെയ്യുന്ന സമയത്ത് തൊട്ടുമുട്ടിയെന്ന് പറയാം. അത് ആ ഒരു ഫിസിക്കൽ
ആക്റ്റിലേക്കുള്ള തയ്യാറെടുപ്പാണ് അടുക്കളയിൽ നടക്കുന്നത്. പെണ്ണിനെ അങ്ങനെയാണ് ഉത്തേജനത്തിലേക്ക് കൊണ്ടുവരേണ്ടത്, അല്ലാതെ ബെഡ്റൂമിൽ വരുന്ന സമയത്ത് മാത്രം ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ അടുക്കള ജോലി ഭാര്യ ചെയ്യുമ്പോൾ അവളെടുത്ത് പോയിട്ട് പച്ചക്കറി എരിഞ്ഞു കൊടുക്കാനുള്ള സന്നദ്ധത ഭർത്താവ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവൾ തമ്മിൽ മുട്ടും ഉരസും. അത് അവൾക്ക് ഉണ്ടാക്കുന്ന ഒരു ത്രില്ലുണ്ട്, അത് വളരെ വലുതാണ്. ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ലൈംഗികതയിൽ ഉണ്ടാവണമെങ്കിൽ അത് കൊടുക്കണം. അത് കൊടുക്കേണ്ടത് ഭർത്താവ് മാത്രമാണ്. ഭർത്താവ് അത് കൊടുക്കണ്ടേ? അത് കൊടുക്കുന്നുണ്ടോ? ഒരു നല്ല വസ്ത്രം ധരിച്ചിട്ടാണോ ഭർത്താവ് ബെഡ്റൂമിലേക്ക് കയറുന്നത്? പെണ്ണൊരുങ്ങാറുണ്ടോ? അല്ലേ? കുളിച്ച് വൃത്തിയായി ഏറ്റവും നല്ല രൂപത്തിൽ പെണ്ണൊരുങ്ങണം എന്നുള്ളത് വളരെ പ്രധാനമല്ലേ? ആണും ഒരുങ്ങേണ്ടതുണ്ട്, കാരണം വിശുദ്ധമായൊരു കർമ്മമാണത്. അതുകൊണ്ട് കുളിക്കുക എന്നുള്ളത്, പല്ല് തേക്കുക എന്നുള്ളത്, അല്ലേ, നല്ല സ്മെല്ലുണ്ടാവുക, അത്തർ ഉപയോഗിക്കാം, അല്ലേ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം പുറത്തിറങ്ങുമ്പോൾ ഫ്രാഗ്രൻസ് പാടില്ല എന്ന് നമ്മൾ പറയുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ, കിടപ്പറൻ്റെ ഉള്ളിൽ ഭർത്താവിനെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഭാര്യയ്ക്കുണ്ട്. ഭാര്യയെ ഏറ്റവും നന്നായി സന്തോഷിപ്പിക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനുണ്ട്. അപ്പോൾ അവിടെ നല്ല സ്മെല്ല്, ബോഡി സ്മെല്ല് നന്നാവണം. ആ ബോഡി സ്മെല്ല് നന്നായിട്ടില്ലെങ്കിൽ ലൈംഗികത ഉണരുകയില്ല. മാനസികമായ തയ്യാറെടുപ്പാണ് ആദ്യം ഉണ്ടാവേണ്ടത്. അപ്പോൾ മാത്രമേ ലൈംഗികമായിട്ടുള്ള ആഗ്രഹം ജനിക്കുള്ളൂ. വൈകാരികമായ അടുപ്പുണ്ടെങ്കിൽ മാത്രമേ അത് ആക്സിലറേറ്റ് ചെയ്യുള്ളൂ, അല്ലേ. നമ്മൾ വണ്ടി ഓട്ടുന്ന സമയത്ത് ആക്സിലറേറ്ററിൽ കാല് വെക്കുമ്പോൾ വണ്ടി ഓടുക. അപ്പോൾ സെക്സിലേക്ക് നയിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എന്താണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം. അപ്പോഴേ ദാമ്പത്യം ഏറ്റവും ഇഫക്റ്റീവ് ആവുള്ളൂ. അതാണ് നമ്മൾ ചർച്ചക്കെടുത്ത വിഷയം. പുതിയ പുതിയ ചില ടേമുകളാണ് നമ്മൾ കേൾക്കുന്നത്. അതോ ആക്സിലറേഷൻ, സെക്സ് ആക്സിലറേഷൻ, അല്ലേ. അതോ കുടുംബജീവിതം നന്നായി മുന്നോട്ട് പോവേണ്ട വലിയ ഒരു കാര്യമാണ് ശാരീരികമായ ബന്ധങ്ങൾ എന്നുള്ളത്, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത്. അത് നന്നായി പോകുമ്പോഴാണ് കൂടുതൽ സ്നേഹത്തോടെയും ഐക്യത്തോടെയും കുടുംബജീവിതം മുന്നോട്ട് പോവുക. അപ്പം അതിന് വേണ്ട ഘടകങ്ങളാണ് ഉണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾ സൂചിപ്പിച്ചത്. എങ്കിൽ ആ ഘടകങ്ങളെ നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ പങ്കുവെക്കേണ്ടതില്ലേ? തീർച്ചയായിട്ടും അതാണല്ലോ നമ്മൾ പങ്കുവെക്കുന്നത്. അതായത് ആണും പെണ്ണും തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു പ്രോക്സിമിറ്റി, അടുപ്പുണ്ടാവണം. ആ അടുപ്പം കാണണം മക്കൾ. അപ്പോഴാണ് എൻ്റെ ഉപ്പയും ഉമ്മയും തമ്മിൽ മെയ്ഡ് ഫോർ ഈച്ച് അതർ, അല്ലേ. കുട്ടിക്ക് ആ ഫീൽ ഉണ്ടാക്കേണ്ട ഭാര്യ ഭർത്താക്കന്മാർ അത് കാണിക്കണം ഒറിജിനലായിട്ട്, അല്ലേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഒരു അബദ്ധം ഉണ്ടായപ്പോൾ നിങ്ങളുടെ ഉമ്മക്ക് ഗീറ എന്നുള്ള പ്രയോഗമല്ലേ ഉപയോഗിച്ചത്? ഗീറ എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടിരിക്കുന്നു. പോസിറ്റീവ് സ്ട്രോക്കാണ് അവിടെ കൊടുത്തത്. പെണ്ണിൻ്റെ പ്രകൃതത്തിൽ പെട്ടതാണ് ദേഷ്യം എന്നുള്ളത്. അവരത് പ്രകടിപ്പിച്ചേക്കും. ആ സമയത്ത് നമ്മളൊന്ന് കൂൾ ഡൗൺ ചെയ്യുക, അല്ലേ. അതേ സമയത്ത് രണ്ടാൾ ഒരേ മൂഡിൽ പോയാലോ അവിടെ ഇൻറ്റിമസി ഉണ്ടാവില്ല, അവിടെ സെക്സ് ഉണ്ടാവില്ല. അപ്പോൾ സെക്സ് എന്നുള്ള ഏറ്റവും പവിത്രമായ ആ ധർമ്മം, കർമ്മം നിർവഹിക്കപ്പെടുന്നതിന് മുമ്പ് അതിലേക്കെത്തുന്ന മാനസികമായിട്ടുള്ള ഒരു ബ്രിഡ്ജാണത്, ഒരു പാലാണ്. ആ പാലം തുറക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ വേണ്ടത് എന്താണ്? ടച്ച് വേണം, നല്ല ടോക്ക് വേണം, പോസിറ്റീവ് ടോക്ക് വേണം. കമ്മ്യൂണിക്കേഷനിൽ നെഗറ്റീവ്സ് വരരുത്. കാരണം ആ ഒരു കർമ്മത്തിലേക്ക് പെണ്ണ് മാനസികമായി സന്നദ്ധമാവണമെങ്കിലും ആണ് സന്നദ്ധമാവണമെങ്കിലും പരസ്പരം പോസിറ്റീവ്സാണ് സംസാരിക്കേണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ നമ്മെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങളാണ് പെണ്ണ് നടത്തുന്നതെങ്കിൽ എല്ലാ മൂടും പോകും. സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ ഒരു കമ്പനി നടത്തുന്ന, ഒരു ജോലി ചെയ്യുന്ന, രണ്ടറ്റം കൂട്ടിമുട്ടാൻ വേണ്ടി പ്രയത്നിക്കുന്ന ഭർത്താവിനുണ്ടാകും. ഇതൊക്കെ മുന്നിൽ വെക്കുമ്പോൾ നിങ്ങളെ പണ്ടേ അങ്ങനെയാണ്, നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമല്ല, ഞാൻ അന്നേ പറഞ്ഞതാണ്, അതിന് പോയി കൂടണ്ടാന്ന്. ഇങ്ങനെ നിരാശപ്പെടുത്തുന്ന സംസാരങ്ങൾ, നെഗറ്റീവ് സ്ട്രോക്ക് ഭാര്യയിൽ നിന്നുണ്ടായാൽ ആ ഭാര്യയോട് ലൈംഗികമായിട്ടുള്ള ബന്ധം ചേരാൻ അതിനുള്ള മൂഡ് ഇയാൾക്ക് എങ്ങനെ ഉണ്ടാകും? കാരണം അയാൾ മാനസികമായി തളരും. അപ്പോൾ മാനസികമായ സന്നദ്ധതയിൽ നിന്നുണ്ടാകുന്ന ഊർജത്തിൽ നിന്നാണ് സെക്സ്വൽ എനർജി ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഉണ്ടാക്കേണ്ടത് രണ്ടുപേരുടെയും കൂട്ട ഉത്തരവാദിത്തമാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആത്യന്തികമായ പോയിന്റ്. വിവാഹ ജീവിതത്തിൽ രണ്ടു പേർക്കും തുല്യ പങ്കുണ്ട്, ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു ഭാര്യയ്ക്കുണ്ട്, ഭർത്താവിനുണ്ട്. പരസ്പരം തിരിച്ചറിഞ്ഞ് പരസ്പരം സ്നേഹത്തിൽ മത്സരിച്ച് മുന്നോട്ട് പോയെങ്കിലേ അത് ഉണ്ടാവൂ എന്നുള്ളതാണ്. അപ്പോൾ സാർ അത് ഓക്കെ, ഒന്ന് മാനസികമായ നല്ലൊരു അടുപ്പം ഉണ്ട്, ആ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അങ്ങനെ ഉണ്ടാകുമ്പോഴേ നല്ലൊരു ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടാനുള്ള സന്നദ്ധത സ്ത്രീയുടെ ഭാഗത്തുനിന്നുണ്ടാവുള്ളൂ, പുരുഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുള്ളൂ. ശരി, ഓക്കെ. ഇനി അടുത്തൊരു അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു
അട്രാക്ഷൻ എന്നുള്ളത്, ഒരു ആകർഷണീയത അല്ലേ. ഇപ്പം ഞാൻ കല്യാണത്തിന് പോകുമ്പോൾ, സൽക്കാരത്തിന് പോകുമ്പോൾ, നല്ലൊരു ഫംഗ്ഷന് പോകുമ്പോൾ ഒക്കെ ഏറ്റവും നല്ല ഡ്രസ് കോഡ് ധരിച്ചാൽ പോവുക അല്ലേ. ഏതൊരു പെണ്ണും സൽക്കാരത്തിനാണെങ്കിലും കല്യാണത്തിനാണെങ്കിലും ഏറ്റവും നല്ല ഉടയാട ധരിക്കും. എന്നാൽ ഒരു പെണ്ണ് ഏറ്റവും നല്ല ഉടയാട ധരിക്കേണ്ടത് ഭർത്താവിൻ്റെ മുമ്പിൽ ബെഡ്റൂമിൽ വരുമ്പോൾ. അത് റസൂല് പഠിപ്പിച്ച ചര്യയിൽപ്പെട്ടതാണ്. അന്ന് സ്ത്രീകൾ ഏതാ ധരിക്കുന്നത് അല്ലേ? ഏത് ഗൗണാ ധരിക്കുന്നത്? ഏറ്റവും ആകർഷണീയത തോന്നിപ്പിക്കേണ്ടതുണ്ട്, അപ്പോഴേ സെക്സ് തോന്നുള്ളൂ. സെക്സ് എന്നുള്ളത് മനസ്സിൽ നിന്ന് വരുന്നൊരു സംഗതിയാണല്ലോ. അപ്പോൾ ആ ഒരു ഇഷ്ടം ആരോടുണ്ട്? അബ്രപാളികളിൽ കാണുന്ന, സ്ക്രീനിൽ കാണുന്ന ലേഡീസിനോടുണ്ട് അല്ലേ. കാരണം ഒരു മേക്കപ്പ് ഇട്ടിട്ടാണ് വരുന്നത്. അപ്പോൾ ആ പെണ്ണിനെ നോക്കി ആസ്വദിക്കുകയാണ്. അല്ലെങ്കിൽ അവൻ്റെ മൊബൈൽ ഫോണിലുള്ള പോൺ സൈറ്റിൽ പോയിട്ട് പരതുകയാണ്. എല്ലാ സൗന്ദര്യവും അവിടുന്ന് ആസ്വദിച്ചതിന് ശേഷം പിന്നെ ഭാര്യയുടെ അടുത്തെത്തുമ്പോൾ ഭാര്യ ഒരു മുട്ടിക്കഷ്ണം പോലെ കിടക്കുന്നു. വല്ല കാര്യമുണ്ടോ? ആകർഷണീയമായിട്ട് പെണ്ണ് ഒരുങ്ങണം. അതിന് ഡ്രസ്സൊക്കെ വീട്ടിലുണ്ടാവും, അളമാറയിൽ പാത്തു വെച്ചിട്ടുണ്ടാവും. അത് വിരുന്നിന് പോകുമ്പോൾ മാത്രമേ എടുക്കുള്ളൂ. ശരിക്കും വേണ്ടത് എല്ലാ ദിവസവും ഹണിമൂണാണ്. ഇത് ഞാൻ ബോധപൂർവ്വം പറയുന്നത്. കാരണം ആ ഹണിമൂണായിട്ട് ഫീൽ ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന നല്ല മക്കൾ അല്ലേ, ആ എനർജി. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ള വേറൊരു വിഷയമുണ്ട്. ഏറ്റവും ഹെൽത്തി സെക്സ് നടന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന നേട്ടങ്ങൾ എത്ര വലുതാണെന്ന് അറിയുങ്ങൾ. അത് പ്രേക്ഷകർക്ക് നമ്മൾ കൈമാറാൻ പോകുന്നു. അത് കിട്ടുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമാവും ഇത്ര വലിയ സംഗതിയാണോ അത്. തീർച്ചയായിട്ടും ആണ്. ഇതൊക്കെ സയൻസ് കണ്ടെത്തിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അവർ പ്രാവർത്തിക ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ മതം പഠിപ്പിക്കുന്ന, മതം അറിയുന്ന നമ്മൾ അത്തരം വിഷയങ്ങളിൽ അവഗാഹമില്ലാതെ പോകുന്നുണ്ടോ എന്നുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ചർച്ച ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു വേദിയിൽ ഇത് ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും അവിടെ നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്ക് കൊണ്ടാണ് ഈ വിഷയം നമ്മൾ ആദ്യം ആരംഭിച്ചത്. വിവാഹ ജീവിതത്തിൽ എന്നല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്കുള്ള മാതൃക മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹം വൈവാഹിക ജീവിതത്തിനെ കുറിച്ചുള്ള വ്യക്തമായ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അഥവാ ശാരീരിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ ദൂതനെ അയക്കുവിൻ എന്ന എത്ര അർത്ഥവത്തായ വാക്കാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുമായി ബന്ധപ്പെട്ടുള്ള ഇന്ന് സമൂഹം അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്കും പ്രയാസങ്ങൾക്കും ദുഃഖങ്ങൾക്കും സങ്കടങ്ങൾക്കുമുള്ളൊരു പരിഹാരമാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് പ്രേക്ഷകരിലേക്ക് വളരെ യാഥാർത്ഥ്യത്തോടു കൂടി ഒളിവോ മറയോ ഇല്ലാതെ പറയുന്നത് എന്നത് കൂടി ഒരു സമയത്ത് സൂചിപ്പിക്കുകയാണ്. ഇത് കിട്ടേണ്ട അറിവുകളാണ് സർ. അപ്പോൾ നമ്മൾ ഇവിടെ നിങ്ങൾ പറഞ്ഞു യഥാർത്ഥ ഒരു നല്ല ഹെൽത്തി ലൈഫ് ഉണ്ടാവും, സെക്ഷൽ ലൈഫ്, ദാമ്പത്യ ജീവിതം ഏറ്റവും മനോഹരമായാൽ അതുകൊണ്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. പക്ഷെ ആ ബെനിഫിറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ശാരീരികമായി ഏറ്റവും നന്നായി ആസ്വദിച്ച് ഒരു നല്ല കുടുംബ ബന്ധവും അതുപോലെ ലൈംഗിക ബന്ധമൊക്കെ ഉണ്ടാവാൻ ഇപ്പോൾ ഒന്ന് ഡ്രസ്സ്, പലപ്പോഴും സ്ത്രീകളൊക്കെ അത് നേരെ ഉൾട്ടയാണ് അല്ലേ. കാരണം അണിഞ്ഞൊരുങ്ങുന്നത് ഭർത്താക്കന്മാർക്ക് വേണ്ടി ആവണമെന്നല്ല. നമ്മളെ ശ്രദ്ധിച്ചു നോക്കുങ്ങൾ, രാവിലെ ഒരു മാക്സി ധരിച്ചിട്ടുണ്ടാവും, എന്നിട്ട് ആ ജോലി മുഴുവൻ ചെയ്തിട്ടുണ്ടാവും. ചെയ്തിട്ട് പിന്നെ ക്ഷീണിച്ച് വന്ന് ബെഡിക്കാണ് വീഴാണ്. അവർ ക്ഷീണിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയില്ല. എന്നാൽ ആ ഡ്രസ്സൊന്നും മാറ്റില്ല, ഒന്ന് പോയി കുളിക്കില്ല, ഒന്ന് ബ്രഷ് ചെയ്യില്ല. ഇതൊക്കെ അവർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോഴേ ഇദ്ദേഹത്തിന് ഇത് അട്രാക്ഷൻ തോന്നുള്ളൂ. അദ്ദേഹം തിരിച്ചു അത് ചെയ്യണം. ഇങ്ങനെ രണ്ടുപേരും അത് ചെയ്താൽ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ, ഒരാളെ സ്നേഹം പ്രകടിപ്പിക്കുന്ന ശരീരഭാഷയുണ്ട്, അകറ്റുന്ന ശരീരഭാഷയുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ ഇതൊരു ബോഡി ലാംഗ്വേജാണ് അല്ലേ. ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുന്ന ഭാര്യമാരുണ്ട്, മുഖത്ത് നോക്കി ചൂണ്ടിയിട്ട് ധിക്കാരപൂർവ്വം സംസാരിക്കുന്നവരുണ്ട്. അത് ബാഡ് ബോഡി ലാംഗ്വേജാണ്, ഒരിക്കലും ചെയ്യരുത് അല്ലേ. ഇപ്പോൾ ഭർത്താവിൻ്റെ ഉമ്മ ഉപ്പ അവരുടെ സാന്നിധ്യത്തിലാണ് ഈ ഭാര്യ ഭർത്താവിൻ്റെ മുഖത്ത് വിരൽ ചൂണ്ടി സംസാരിക്കുന്നത്. അവർ കണ്ടാൽ എന്ത് ഇമ്പ്രഷനാണ് ഉണ്ടാവുക? അതോടുകൂടി ഇവർ തമ്മിലുള്ള പ്രശ്നം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ബോഡി ലാംഗ്വേജ് പ്രധാനമാണ്. ജസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആംഗ്യങ്ങൾ, ആംഗ്യവിക്ഷേപങ്ങൾ അത് വളരെ പ്രധാനമാണ്. സ്നേഹം സ്ഫുരിക്കുന്ന, സ്നേഹം തോന്നിപ്പിക്കുന്ന കോഡുകൾ അല്ലേ. ഇപ്പം എല്ലാറ്റിനും കോഡല്ലേ. ഭാര്യയും ഭർത്താവും തമ്മിൽ അത്തരത്തിലുള്ള കോഡുകൾ അവർക്ക് സ്വകാര്യമാക്കി വെച്ചാൽ മതി. അത്തരം കോഡുകളിൽ കൂടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവൾക്ക് മനസ്സിലാവും, അവനക്ക് മനസ്സിലാവും, മക്കൾക്ക് മനസ്സിലാവണ്ട. അത് അവർ ഇൻറ്റേർണലി ഡിസ്കസ് ചെയ്ത് അത്തരം സംസാരങ്ങൾ നടത്തണം. ബെഡ്റൂമിൽ എത്തുന്നതിന് മുമ്പ് ഒരുങ്ങണം മാനസികമായിട്ട്. ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല ഒരു ദാമ്പത്യ ജീവിതം അവിടെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമല്ല. അതുപോലെ ടച്ച് ചെയ്യുക എന്നുള്ളത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, സ്പർശിക്കുക എന്നുള്ളത് അത് സെക്സ്വൽ അർജോട് കൂടി മാത്രമല്ല, പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ട് സെക്സ്വൽ അല്ലാത്ത ടച്ചും. പുരുഷൻ്റെ ധാരണ എന്താ വെച്ചാൽ ഓരോ ടച്ചും സെക്സാണെന്നാ. ഒരിക്കലും അല്ല അല്ലേ. ഒന്ന് അണഞ്ഞ്
പൂട്ടുക എന്ന് പറയുമ്പോൾ അത് സെക്സ്വൽ നീഡ് ഇല്ലാതെയും അണഞ്ഞു പൂട്ടാൻ പുരുഷന് സാധിക്കണം. അത് അവർക്ക് ഒരു ഉത്തേജനമാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐ കോണ്ടാക്ട്, കണ്ണിലേക്ക് നോക്കുക അല്ലേ. ഇപ്പോൾ പ്രണയിക്കുന്ന ആളുകൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സിമ്പൽ എന്താണ്? ഐ കോണ്ടാക്റ്റ് ആണ്. എന്നാൽ കല്യാണം കഴിഞ്ഞ് കുറച്ച് വർഷം മുന്നോട്ട് പോകുമ്പോൾ ഭാര്യ സംസാരിക്കുമ്പോൾ ഭർത്താവിനെ നോക്കൂല, ഭർത്താവ് ഭാര്യനെ നോക്കൂല. നിങ്ങൾ പറയാനുള്ളൊന്ന് പറഞ്ഞങ്ങോട്ട് അല്ലേ. ഇങ്ങനത്തെ ചില ഡയലോഗ് ഉണ്ട്. അടുക്കളയിൽ നിന്ന് വിളിക്കുകയാണ്, ഇതാ ഞാൻ സാധനം കൊണ്ടുവന്നാണ്, അതവിടെ വെച്ചാളി. എന്നാൽ എത്ര വലിയ തിരക്കിലാണെങ്കിലും ഭാര്യ എന്താ ചെയ്യേണ്ടത്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് ആ ഭർത്താവ് വീട്ടിലേക്ക് എത്തുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി, അയാളുടെ കയ്യിൽ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും, ആ സാധനം മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കൊണ്ടുവന്നതായിരിക്കും. അടുക്കളയിൽ തിരക്കിലായിരിക്കും, എന്നാൽ പോലും ആ തിരക്കിന് നടുവിൽ ഭാര്യ വന്ന് സ്നേഹത്തോടു കൂടി അത് വാങ്ങി കൊണ്ടുപോകുമ്പോൾ അല്ലേ. നല്ല പെണ്ണിൻ്റെ 3 ക്വാളിറ്റീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിൽ ഒന്നെന്താ? ഇദാ നളറ ഇലൈഹ സർറത്തുക, നീ അവളിലേക്ക് നോക്കിയാൽ അവൾ നിനക്ക് സന്തോഷം നൽകണം. ഗുഡ് അപ്പിയറൻസ് എന്നുള്ളത് റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രാക്ടിക്കൽ ലൈഫിൽ ബിഗ് സീറോ VR ദൈവത്തിലൊക്കെ നമ്മളുണ്ടാവും, ഖുർആൻ ക്ലാസ്സിൽ മുന്നത്തെ സഫിലുണ്ടാവും. പക്ഷേ ആ ക്ലാസ്സിൽ നിന്ന് പഠിച്ച ഹദീസും ഖുർആനും പ്രാക്ടീസ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നില്ലേ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അല്ലേ. രണ്ടാമത് കൽപ്പിച്ചത് എന്താ? കൽപ്പിച്ചാൽ അനുസരിക്കുന്ന അല്ലേ. ഇന്ന് ഏറിയ കുടുംബത്തിലുള്ള പ്രശ്നം എന്താ? ഭർത്താവ് പറയുന്നത് ഭാര്യ അനുസരിക്കുന്നില്ല. എന്തിന് ഞാൻ അനുസരിക്കണം എന്നാ? അദ്ദേഹത്തെക്കാളും വലിയ അക്കത്തുള്ള സാലറി ഞാൻ വാങ്ങുന്നില്ലേ? വൈ ഷുഡ് ഐ ഒബേ ഹിം? ദാമ്പത്യം മുന്നോട്ട് പോവോ? ഒരു പുരുഷനൊരു സ്വഭാവമുണ്ട്, എനിക്കും നിങ്ങൾക്കൊക്കെ അതറിയാം. എന്താണ്? അരിജാലു ഖവ്വാമൂന അല നിസാ. അള്ളാഹു സുബ്ഹാനഹു തആല ഒരു സുപ്രീമസി, ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇല്ലയെന്ന് നമ്മൾ പറയാൻ പറ്റില്ല. പക്ഷേ അതിന് ബദലായിട്ട് ഒരുപാട് സറണ്ടറിങ് നമ്മൾ അങ്ങോട്ട് ചെയ്യേണ്ടതുണ്ടല്ലോ. മക്കളെ നോക്കണം, ഭാര്യയെ നോക്കണം, കുടുംബത്തെ നോക്കണം. നമ്മുടെ അധ്വാനം മുഴുവൻ ആ കുടുംബത്തിന് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്. ഞാൻ കല്യാണം കഴിച്ചതോടുകൂടി എൻ്റെ ഭാര്യ, എൻ്റെ മക്കൾ എൻ്റെ ബാധ്യതയാണ്. എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ട്, നല്ല വാഹനമുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. എനിക്ക് ഇവരൊക്കെ ഇട്ടേച്ച് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അള്ളാഹ് എൻ്റെ മുമ്പിൽ ഞാൻ മറുപടി പറയണം അല്ലേ. ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യം ഉണ്ടോ? സ്ത്രീകളത് ശ്രദ്ധിക്കാറുണ്ടോ? ഷമീം സാർ പറ. തീർച്ചയായും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടോ? നമുക്കൊക്കെ എന്തൊക്കെ പൂതികളുണ്ട്. ഇപ്പം ഞാനൊക്കെ റിട്ടയർമെൻറ്റിലേക്ക് എത്തുന്ന ഒരു അധ്യാപകനാണ്. എനിക്കൊരുപാട് പൂതികളുണ്ട്. പക്ഷേ ആ പൂതികൾ പലതും തടയപ്പെടുന്നു. പോസിറ്റീവാണ്, ഞാൻ നെഗറ്റീവായിട്ടല്ല കാണുന്നത്. അത് നമ്മുടെ ഭാര്യയ്ക്ക്, മക്കൾക്ക് വേണ്ടി തന്നെയാണ്. അവിടെ അവരും അത് കോംപ്രമൈസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. സാധാരണ നമ്മൾ സ്നേഹക്കൂടിൻ്റെ ഈ ചർച്ചകൾ നടക്കുമ്പോൾ പറയാറുള്ളതെന്ന് സ്നേഹക്കൂടാവട്ടെ, അതുപോലെ നമ്മുടെ ലൈവ് കൗൺസിലിംഗ് ഒക്കെ ആവട്ടെ, സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് മാത്രമാണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. നമ്മളൊരു പക്ഷമല്ല, മറിച്ച് ഇസ്ലാം എന്ന പക്ഷമാണ് നമുക്കുള്ളത്. ആ ഇസ്ലാമിക പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ ഒരു പക്ഷം ചേർന്നുകൊണ്ട് അവിടെ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ നമ്മൾ ഓരോരുത്തരും നിർവഹിക്കേണ്ട നമ്മുടേതായ ബാധ്യതകളും കർത്തവ്യങ്ങളും നിർവഹിക്കുക. അത് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുക. ഈ സീറ്റിലിരിക്കുന്ന ഞാനിത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇത് പറയുന്ന പ്രൊഫസർ സയദ് സർ, അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിനോട് തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ടല്ലോ. തീർച്ചയായും അങ്ങനെ ഒരു നല്ല ചർച്ചയിലൂടെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ ഏറ്റവും നല്ല ജീവിതം നമുക്ക് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു നല്ല ബന്ധം നമുക്കുണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. സാർ, ഇനി ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് നമ്മൾ പറയുകയാണെങ്കിൽ അതിനെക്കുറിച്ച്. അവിടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് സ്മൂത്ത് ആവണമെങ്കിൽ ബോണ്ടിങ് ഉണ്ടാവണമല്ലോ. ബോണ്ടിങ് ആണല്ലോ ഈ ബോണ്ടിങ്, ബ്രിഡ്ജിങ് എന്നൊക്കെ പറഞ്ഞാൽ ആ പാലം നിർമ്മിക്കണം. ഒരു പാലാണിത്, അതായത് ആണും പെണ്ണും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ്. ഇടയിൽ ഞാൻ നമ്മൾ ഈ ബോണ്ടിങ് ബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ മുതിർന്ന ആളുകൾക്ക് അത് അല്ല, അതിനാണല്ലോ നമ്മൾ ഇടയ്ക്ക് മലയാളം പറയുന്നുണ്ട്. ഞാൻ ഇംഗ്ലീഷ് അധ്യാപകനായതുകൊണ്ട് കൂടുതൽ ഇംഗ്ലീഷ് അറിയാതെ വന്നു പോകും, അതിന് ഞാൻ ക്ഷമ ചോദിക്കണം. എന്നാലും ഈ ബോണ്ട് എന്ന് പറഞ്ഞാൽ ആത്മബന്ധം എന്നാണ്, കെട്ടുറപ്പ്. അപ്പോൾ ആ ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഒരു പാലം, അതായത് ആണും പെണ്ണും തമ്മിലുള്ള ഒരു പാലമാണ് അവിടെ ഉണ്ടാക്കുന്നത്. ആ പാലം സ്ട്രോങ് ആവണമെങ്കിൽ അവിടെ എന്ത് വേണം? റൊമാൻറ്റിക് ആവുക തന്നെ വേണം. അത് റൊമാൻറ്റിക് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് കഥാപാത്രങ്ങളെയാണ് നിത്യജീവിതത്തിൽ അഭ്രപാളികളിൽ ഇതിലൊക്കെ കാണുന്നത് അല്ലേ. അത് ഒരു ആഗ്രഹിക്കുന്ന സംഗതി. എൻ്റെ ഭർത്താവ് ഒരു നല്ല ഫിഗറായിട്ട്, നല്ല സ്മാർട്ടായിട്ട് എൻ്റെ കൂടെ പോരണം എന്ന് ആഗ്രഹിക്കാത്ത ഏത് പെണ്ണുള്ളത് അല്ലേ? അത് പെണ്ണ് ആഗ്രഹിക്കുന്നില്ലേ? ഭർത്താവ് ഒരുങ്ങണം ഈ ഭാര്യയ്ക്ക് വേണ്ടി, ഭാര്യ ഭർത്താവിന് വേണ്ടിയിട്ട് ഒരുങ്ങണം. ഒരു നല്ല ഡ്രസ്സ് ഉണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഇടണം, മുടി വാരണം,
താടി ചീകണം, ഇതൊക്കെ റസൂൽ പഠിപ്പിച്ച കാര്യമാണ്. എന്നാൽ ചില ആളുകൾ അത്തരം കാര്യത്തിൽ കെയർലെസ് ആണ്, അവഗണിക്കുകയാണ് അതൊക്കെ. അപ്പോൾ എല്ലാറ്റിലും ഒരു മിതത്വം ഉണ്ടാവുകയും നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ ഡീപ്പ് കമ്മ്യൂണിക്കേഷൻ, കോൺവേഴ്സേഷൻ, ആഴത്തിലുള്ള സംസാരം. ഇപ്പോൾ ചിലവരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങളെ സംസാരം കേട്ട ഇന്നലെ കല്യാണം കഴിഞ്ഞതുപോലെയാണല്ലോ, അല്ലേ? എന്നും തന്നെയാണോ? എന്നും വേണം. അയാൾക്ക് എന്നും സംസാരിക്കാനുള്ള അയാളുടെ ഭാര്യയോടാണ്. അന്യ സ്ത്രീകളോട് എന്തുകൊണ്ടാണ് ചാറ്റ് ചെയ്യാൻ പോകുന്നത്? സ്വന്തം ഭാര്യ അതിന് പ്രാപ്തമല്ലാത്തത് കൊണ്ടാണ്, അല്ലേ? ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അയാൾ ചാറ്റ് ചെയ്യേണ്ടത്, സംസാരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് മാത്രമാണ്. മാത്രം എന്ന് പറഞ്ഞാൽ ഈ സെക്സ്വൽ പേഴ്സ്പെക്റ്റീവിൽ, അല്ലേ, അല്ലെങ്കിൽ ഇമോഷണൽ പേഴ്സ്പെക്റ്റീവിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ തുറന്ന് സംസാരിക്കുക നമ്മുടെ ബെറ്റർ ഹാഫിനോടാണ്. തിരിച്ചും ഭാര്യ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യേണ്ടത് ഭർത്താവിനോടാണ്. ഇങ്ങനെയുള്ള ഒരു ആത്മബന്ധം അവിടെ ഉണ്ടായി തീർന്നിട്ടുണ്ടെങ്കിൽ എന്ത് ടെൻഷനാണ് ഉണ്ടാവുക? എല്ലാ കാര്യവും അള്ളയും റസൂലും കഴിഞ്ഞാൽ അവൾക്ക് ചർച്ച ചെയ്യാനുള്ളത് ഭർത്താവിനോടാണ്. ഭർത്താവിനോട് അനുവാദം വാങ്ങിയിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ആ ആത്മബന്ധത്തിൻ്റെ ഔട്ട്കമാണ്. അല്ലാതെ ഒരിക്കലും ജയിലല്ല, പ്രിസണല്ല. ഇന്ന് പുതിയ സമൂഹത്തെ കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനായതുകൊണ്ട് ഇന്നലെയും എനിക്ക് ചില ചോദ്യങ്ങൾ കിട്ടി. അതൊരു തടവറയല്ല എന്നാ. എന്ത് തടവറ? ദാമ്പത്യം തടവറയാണോ? ഒരിക്കലുമല്ല. അതിൽ കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, സന്തോഷമുണ്ട്, ദുഃഖമുണ്ട്. ജീവിതം രണ്ട് സൈഡുള്ളതാണ്. ഇന്ന് സമൂഹം പഠിപ്പിക്കുന്നത് എന്നും സന്തോഷം, എന്നും സന്തോഷമല്ല. ചില സമയത്ത് ദുഃഖം ഉണ്ടാവും. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഒരു പ്രയാസത്തോടൊപ്പം രണ്ട് എളുപ്പമുണ്ട്, അല്ലേ? ഇപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടാണ് തിരിച്ചു പോകുന്നത്? നമ്മുടെ മക്കളുടെ അടുത്തേക്ക്, ഭാര്യൻ്റെ അടുത്തേക്ക്. സ്വാഭാവികമായിട്ടും അതൊരു ഡെസ്റ്റിനേഷനാണ്. അത് നമുക്ക് നൽകുന്ന ഒരു ആനന്ദമുണ്ട്, സന്തോഷമുണ്ട്. അതുകൊണ്ട് ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിന് മുമ്പ് ഷെയറിങ് എന്നുള്ളത്, കെയറിങ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർ ചെയ്യുക. നമ്മളുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ ഷെയറിങ് പെണ്ണ് കേൾക്കണം. പെണ്ണിൻ്റെ മനസ്സിൽ ഒരുപാടുണ്ടാവും, അല്ലേ? കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു പുരുഷന് 5000 വാക്കാണെങ്കിൽ പെണ്ണിന് 10000 അപ്പോൾ അവളുടെ കോട്ട തീർന്നിട്ടുണ്ടാവില്ല. നമ്മളെ കോട്ട തീർന്നിട്ടായിരിക്കും വീട്ടിലെത്തുന്നത്. അപ്പോൾ നമ്മൾ അവരെ ഗുണകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ എമ്പതറ്റിക് അപ്രോച്ചോടുകൂടി, സഹാനുഭൂതിയോടുകൂടി കേട്ടുകൊടുക്കണം. കേൾക്കുമ്പം കേൾക്കുന്നുണ്ട്. പല സംസാരങ്ങളും പെണ്ണ് നമ്മോട് നടത്തുക എന്താവില്ല എന്നറിയോ? മറുപടി കിട്ടാനല്ല, ഉത്തരം കണ്ടെത്താനല്ല. എൻ്റെ ഭർത്താവിനോട് ഞാൻ പറയുമ്പോൾ ഊക്കം എന്തുണ്ടാവും? ഇതിൻ്റെ ഭർത്താവാണ് എന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. അത് ഭർത്താവ് ഉണ്ടാക്കി കൊടുത്താൽ മതി. ഒരു നല്ല കറി ഉണ്ടാക്കുമ്പോൾ ഒന്ന് സൂപ്പറായിട്ടുണ്ടെന്ന് ഇടയ്ക്ക് പറഞ്ഞാൽ മതി. ഇതൊക്കെയാണ് അവർ ആഗ്രഹിക്കുന്ന വലിയ വിഷയം. അങ്ങനെയുള്ള പോസിറ്റീവ്സ് നിരന്തരം ഒഴുകിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന സംഗതിയാണ് എന്ത്? സെക്സ്വൽ കോണ്ടാക്റ്റ് എന്നുള്ളത്. തീർച്ചയായും. അപ്പോൾ സെക്ഷൽ കോണ്ടാക്റ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നിർവഹിക്കേണ്ട ഒരുപാട് ഫിസിക്കൽ ഒരു അറ്റാച്ച്മെൻറ്റ്, ഫിസിക്കൽ ബോണ്ട്, പുതിയ ടൈമിൽ പറയുന്ന ഫിസിക്കൽ വൈബ് എന്നൊക്കെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. അതാണ് അതിൽ. അടുക്കളയിലെ നമ്മുടെ ഇടപഴകലുണ്ട്, മക്കളുമായി ഇരിക്കുന്ന സമയം അതിൽ വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ, ഷെയറിങ്, കെയറിങ്, ഇതെല്ലാം വീട്ടിലെ നമ്മളുള്ള സമയത്തുള്ള നമ്മുടെ ഓരോ വാക്കുകളും ഓരോ പ്രവർത്തനങ്ങളും ഓരോ എന്താ പറയുക ബോഡി ലാംഗ്വേജും ശാരീരികമായ ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടുന്നതിന് പ്രചോദനമാണ് എന്നുള്ളതാണ്. അത് പ്രചോദനമാക്കാൻ വേണ്ട ഒരുക്കങ്ങൾ ഭർത്താവിൻ്റെ ഭാഗത്തുനിന്നുള്ളത് ഭർത്താവ് നിർവഹിക്കാനും അതുപോലെ തന്നെ ഭാര്യയുടെ ഭാഗത്തുനിന്നുള്ളത് ഭാര്യ നിർവഹിക്കാനും ശ്രദ്ധിച്ചാൽ നല്ലൊരു ഹെൽത്തി സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതാണ് സാർ. അപ്പോൾ ഓക്കെ, ഇത് ഒരു നമ്മൾ ആ ഒരു കാര്യങ്ങൾ ഇങ്ങനെ പച്ചയായി യാഥാർത്ഥ്യത്തോടുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഈ സെക്സ് നടക്കുന്ന ലൈംഗിക ബന്ധം ആരോഗ്യദായകമായി പോകണമെങ്കിൽ ബെഡ്റൂം എന്താവണം? ഏറ്റവും സേഫറാവണം, അല്ലേ? ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം വന്ന ഒരു കേസ് എന്താണെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികൾ, അല്ലെ, ഈ ചെറിയ കുട്ടികളെ നമ്മൾ വിചാരിച്ച ചെറിയ കുട്ടികളാണെന്നാ, എന്നിട്ട് നമ്മൾ മക്കളെ കൂടെ കിടത്തുകയാണ്. എന്നാൽ 6, 7, 8 വയസ്സായ കുട്ടികൾ ഭാര്യയും ഭർത്താവും ഉമ്മയും ഉപ്പയും തമ്മിലുള്ള ഈ സെക്സ്വൽ കോണ്ടാക്റ്റ് ഒബ്സർവ് ചെയ്യാണ്. എന്നിട്ട് ദേ ഗോ ടു പ്രാക്ടീസ് ഇൻ ദി സ്കൂൾ. അതിലേക്ക് എത്തുന്നുണ്ട് കാര്യങ്ങൾ. അപ്പോൾ മാറ്റി കടത്താൻ വേണ്ടി റസൂൽ കൽപ്പിച്ച ആ കൽപ്പന വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം ആ ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ബെഡ്റൂമിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ അവിടെ എന്തായിരിക്കും? സെക്സ് നല്ല രൂപത്തിൽ നടക്കില്ല. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. അതുപോലെ ബെഡ്റൂം എന്തായിരിക്കണം? നീറ്റ് ആൻഡ് ക്ലീൻ ആവണം. അപ്പോഴേ അവിടെ വരുന്ന സമയത്ത് ആ ഒരു ഇഗ്നിഷൻ, ആ ഒരു ഉദ്ദീപനം ഉണ്ടാവുള്ളൂ. അത് പെണ്ണ് ശ്രദ്ധിക്കേണ്ടതാണ്, അല്ലേ? ആ വീട്ടിലെത്തുന്ന സമയത്ത് ഭർത്താവ് ജോലി സ്ഥലത്താണ്,
ആ ബെഡ്റൂം ഒരുക്കി വെക്കണം, ക്ലീനായിരിക്കണം, നീറ്റായിരിക്കണം. ഒരുപാട് സമയമുണ്ട്. ഈ മൊബൈലിൽ ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിന് ബദൽ എൻ്റെ ഭർത്താവിനെ കാത്തിരിക്കുന്ന, നോക്കിയിരിക്കുന്ന, അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന, മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുങ്ങുന്ന അവസ്ഥ, പ്രത്യേകിച്ച് രാത്രി സമയമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ മൊബൈലൊന്ന് മാറ്റിവെക്കുക. എന്നാൽ തന്നെ എല്ലാ ബന്ധങ്ങളും നന്നായിത്തീരും. നമ്മൾ കുട്ടികളെങ്ങനെ പരാതിപ്പെടുകയാണ്, കുട്ടികൾ മൊബൈൽ എഡിക്ഷനിലാണ്. അതിനേക്കാളും വലിയ എഡിക്ഷനിൽ നമ്മളാണ്. എം ഐ റൈറ്റ് ഓർ റോങ്? ശരിയല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ച് വല്യമ്മമാരൊക്കെ ഇപ്പോൾ മൊബൈലിലാണ്. എല്ലാവർക്കും വാട്സപ്പ് കൂട്ടായ്മകളാണ് അല്ലേ? 70 കഴിഞ്ഞവരുടെ കൂട്ടായ്മ, 80 കഴിഞ്ഞവരുടെ കൂട്ടായ്മ, ആർക്കും കൂട്ടായ്മ ഇല്ലാത്തതില്ല. ഇപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ ക്വാളിറ്റി ടൈം, ഏറ്റവും പ്രിയപ്പെട്ട സമയം, അത് ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അത് ആ സമയം എൻ്റെ ഭാര്യ പറയാണെന്ത്, എൻ്റെ ഭാര്യയ്ക്ക് എന്നെ കിട്ടുന്നുണ്ട്, ഭർത്താവിന് ഭാര്യനെ കിട്ടുന്നുണ്ട്. ഇത് രണ്ടാളും ഉറപ്പ് വരുത്തണം. കിടന്നുറങ്ങാൻ നേരത്തെ അല്ല ചെല്ലണ്ട്, നേരത്തെ എത്തി ആ ഒരു തയ്യാറെടുപ്പ്, പ്രത്യേകിച്ച് മഗ്‌രിബിന് ശേഷമുള്ള സമയം. ഏത് വലിയ ജോലിയാണെങ്കിലും മഗ്‌രിബിന് ശേഷം നമ്മൾ വീട്ടിലുണ്ടാവാൻ, മക്കളുടെ കൂടെയും ഭാര്യൻ്റെ കൂടെ ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ സമയം ഭാര്യയ്ക്കും മക്കൾക്കും കിട്ടും. ആ ക്വാളിറ്റി ടൈം, നമ്മുടെ സാന്നിധ്യം ഈ സെക്സ്വൽ അറ്റാച്ച്മെൻറ്റിലേക്ക് എത്തിക്കുന്ന കാര്യം കൂടിയാണ്. കാരണം അവിടെ ഒരുപാട് നല്ല സംസാരങ്ങൾ, കുട്ടികളുടെ വിഷയത്തിലാണെങ്കിലും ഭാര്യൻ്റെ വിഷയത്തിലാണെങ്കിലും അവർക്ക് ഒരുപാട് പരാതികളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കേൾക്കണം. എന്നാൽ വീട്ടിലേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ ഈ ഗ്രീവൻസസ് പറയാതിരിക്കുക, കുറ്റവും കുറവും പറയാതിരിക്കുക. ഈ പരാതിയും പരിഭവവും പറയേണ്ട ഒരു സമയമുണ്ട്. ആ മുഹൂർത്തം വരെ, ആ സമയം വരെ ക്ഷമ പാലിക്കുക അല്ലേ? അത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കയറി ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും, പരാതി ബോക്സ്. അതാണ് ആദ്യം അങ്ങോട്ട് ചിന്തുക. അതോടുകൂടി അയാളുടെ മൂഡ് മൊത്തം പോയി. അല്ലേ? നിങ്ങൾ അത് കൊണ്ടുവന്നോ, മറ്റത് കൊണ്ടുവന്നോ, ഇലക്ട്രിസിറ്റി ബില്ല് അതടിച്ചോ, ഗ്യാസ് ഇത് നിറച്ചോ, ഇതൊക്കെ മൂപ്പര് ചെയ്യുന്ന ആൾ തന്നെയാണ്, മൂപ്പര് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത്. എന്നാൽ അത് വീണ്ടും വീണ്ടും എന്നെ കുത്തുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഇന്ന ആളങ്ങൾ വിളിച്ചിരുന്നോ, എൻ്റെ കുടുംബത്തിൽ ഇന്ന കല്യാണത്തിന് പോയിരുന്നോ, ഒക്കെ പോകും ഇൻഷാ അല്ലാ. പക്ഷെ ആ പോയോ പോയില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ചോദിക്കാം. അപ്പോഴും അയാൾ അവിടെ ഉണ്ടാവുമല്ലോ. അതായത് ഭർത്താവിന് തോന്നണം, ഞാൻ ഈ വീട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ മാനസികമായി സന്തോഷിപ്പിക്കുന്ന ഭാര്യയാണ്, കൂടുതൽ സമയം ആ വീട്ടിൽ തന്നെ നിൽക്കാൻ തോന്നുക. എന്നാൽ ചില ഭർത്താക്കന്മാരെ നിങ്ങൾ നോക്കുന്നുണ്ട്, 11 മണിയായാലും വീട്ടിലെത്തൂല, 12 മണിയായാലും വീട്ടിലെത്തൂല. ചൊറിയുന്ന സ്വഭാവം ചില സ്ത്രീകൾക്കുണ്ട്. അത് അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്, നിങ്ങൾ ചൊറിയരുത് എന്ന്. ഫിസിക്കൽ ചൊറിയലല്ല പറഞ്ഞത് അല്ലേ? ഒരു സ്വൈര്യം കൊടുക്കൂല വീട്ടിൽ, ഭർത്താവിനെ ചൊറിഞ്ഞുകൊണ്ടേയിരിക്കും. മക്കളുടെ മുമ്പിലൊക്കെ വെച്ച് ഇൻസൾട്ട് ചെയ്യുന്ന സ്ത്രീകളുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ഗൾഫിൽ നിന്ന് വർഷങ്ങളോളം ജോലിയൊക്കെ ചെയ്ത് റിട്ടയർമെൻറ്റ് സ്റ്റേജിൽ നാട്ടിലെത്തിയപ്പോൾ വേണ്ടത്ര പൈസ കയ്യിലുണ്ടാവില്ല, സൗകര്യങ്ങളുണ്ടാവില്ല. അപ്പോൾ ഈ മക്കളെ മുമ്പിൽ വെച്ചിട്ട് ഈ ഭാര്യ ഇയാളെ ഇൻസൾട്ട് ചെയ്യാണ്. ആ 30 വർഷം ആ കുടുംബത്തെ, മക്കളെ മുഴുവൻ സംരക്ഷിച്ചത് ഈ ഗൾഫിൽ നിന്ന് ഈ വിയർപ്പൊലിച്ച ഭർത്താവാണ്. അദ്ദേഹം എല്ലാം ഒരു കറവപ്പശു കണക്കെ എല്ലാം വറ്റി വന്നപ്പോൾ പിന്നെ മക്കൾക്കും വേണ്ട, ഭാര്യയ്ക്കും വേണ്ട. ഇതും പല കുടുംബങ്ങളിലും നടക്കുന്നതാണ്. പിന്നെ അവർ തമ്മിൽ സെക്സ്വൽ കോണ്ടാക്റ്റ് ഉണ്ടാവുമോ? ഇതൊക്കെ വന്ന കേസാട്ടോ ഞാൻ പറയുന്നത്, ഇതൊന്നും ഇല്ലാത്തതല്ല. ഈ അടുത്ത് വന്ന ഒരു കേസിൽ പ്രതി ആരാന്നറിയോ? ഭർത്താവാണ്. ആ ഭർത്താവിന് ഏകദേശം 60-65 വയസ്സായിട്ടുണ്ട്. ഭാര്യ നെഗറ്റീവ്സത്തിൻ്റെ ഒരു സമ്മേളനമാണ്. എന്നാൽ 65 വയസ്സായ ഭർത്താവ് എന്താണ്? എനർജറ്റിക്കാണ് എല്ലാ അർത്ഥത്തിലും. അയാളോട് പലരും പറയുന്നുണ്ട്, ഗോ ആൻഡ് മാരി അനദർ വുമൺ. അദ്ദേഹം പറഞ്ഞു, ഞാൻ വേറെ വിവാഹം കഴിക്കൂല, എനിക്ക് ഇവള് മതി. പക്ഷെ ഇവളിൽ നിന്ന് കിട്ടേണ്ടതൊന്നും അയാൾക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ ഇവിടെ വരുന്ന കോമൺ ഇഷ്യൂസാണ്. ഇന്നത്തെ ഈ ഒരു വിഷയവും നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും നന്നായി ഉപകരിക്കുന്ന പല കാര്യങ്ങളുമാണ് നമ്മളിലേക്ക് ബഹുമാന്യനായ സർ പറഞ്ഞു തന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കൗൺസിലിംഗ് രംഗത്ത് വന്ന ഒരുപാട് പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ കുടുംബവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലൊന്നും അങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെയുള്ള അനർത്ഥങ്ങൾ ഉണ്ടാവാതിരിക്കാനാണ് പീസ് റേഡിയോ സ്നേഹക്കൂട് ഈ ഒരു വിഷയം ചർച്ചക്കെടുത്തത്. അള്ളാഹു ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിക്കാനും അതിൻ്റെ യഥാർത്ഥ
പരിഹാരങ്ങൾ നമ്മളിലേക്ക് എത്താനും ഇസ്ലാമികമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെയുള്ള അറിവും ആഫിയത്തും അള്ളാഹു അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അള്ളാഹു ഖൈറും ബർക്കത്തും ചെരിയുമാറാവട്ടെ. സംതൃപ്ത കുടുംബജീവിതം നമുക്കൊക്കെ അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മുടെ മക്കളിൽ കൺകുളിർമ ലഭിക്കുന്ന ഇഹലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന മക്കളാക്കിയിട്ട് നമ്മുടെ മക്കളെ അള്ളാഹു നിലനിർത്തി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും കൂടുതൽ അറിവുകൾ നേടുന്ന നല്ല കുടുംബത്തിലൊക്കെ ഉപകരിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.